മിഷണറി വര്യൻ ബ്രദർ ജെ വിൽസന്റെ ജീവിതവും ശുശ്രൂഷയും പുതിയ തലമുറയ്ക്ക് മുന്നിൽ അടയാളപ്പെടുത്തുന്ന പ്രമുഖ ജീവചരിത്രകാരൻ. 1997 മുതൽ ലവ് ആർമി ക്രൂസേഡ് മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ അദ്ദേഹം യേശുവിൻ സ്നേഹം മാസികയുടെ ചീഫ് എഡിറ്റർ കൂടിയാണ്. ഗവേഷണാത്മകമായ പഠനങ്ങളിലൂടെ ബ്രദർ ജെ വിൽസന്റെ ജീവിത സാക്ഷ്യം വായനക്കാരിലേക്ക് എത്തിച്ച ബ്രദർ സ്കോട്ട് ക്രിസ്ത്യൻ SD ആണ് ഇന്ന് ആത്മീയ രേഖകളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത്. ദൈവത്തിന് മഹത്വം. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് സഭാ സുവിശേഷ പ്രവർത്തനങ്ങളിൽ CSI സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. 8 മക്കളുള്ള ഒരു കുടുംബം. അതിൽ 7ാമത്തെ വ്യക്തിയായിട്ടാണ് ഞാൻ വളരുവാനുണ്ടായിത്തീർന്നത്. എൻ്റെ കുടുംബത്തിൽ പലപ്പോഴും എനിക്ക് ലഭിച്ചിരുന്നതായ ആത്മീക സന്തോഷവും സമാധാനവും ആത്മീയമായ രീതിയിൽ വളരുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു. എന്നാൽ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം പിതാവുമായി സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. എൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ ചെറുപ്പകാലം മുതൽ തന്നെ ഒത്തിരി പ്രാവശ്യം സാഹിത്യപരമായിട്ടുള്ള ചെറിയ ചെറിയ വാസനകളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊന്നും ഞാൻ യേശുവുമായുള്ള ഒരു വ്യക്തമായ ഒരു ബന്ധത്തിലേക്കായിരുന്നില്ല. എൻ്റെ പഠനകാലവുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കഥകൾ എഴുതുകയും മാസികകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ആ സമയത്ത് കൂടുതലും സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ഇടപെടുവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഈ എഴുത്തും വായനയ്ക്കും ഒരു വലിയൊരു പ്രാധാന്യമില്ല എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ പൂർണ്ണ സമയവും സുവിശേഷ പ്രവർത്തനങ്ങൾ മാത്രം ഏർപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടി. ഗവൺമെൻറ്റിൽ PWDയിൽ ഒരു ഉദ്യോഗസ്ഥനായി ഞാൻ ജോലി ചെയ്യാൻ ഇടയായിത്തീർന്നു. എൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളർന്നു വരുംതോറും എൻ്റെ ജീവിതം കൂടുതലായി വളരുവാൻ എനിക്ക് ഒത്തിരി അവസരം ലഭിച്ചു. എൻ്റെ എഴുത്തും വായനയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന സുവിശേഷീകരണ ടീം ലവ് ആർമി ക്രൂസേഡ് മിനിസ്ട്രീസ് എന്ന ആ ടീമിലെ എല്ലാ മാസവും പുറത്തിറക്കുന്ന ഒരു മാസികയുടെ എഡിറ്ററായി മാറുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ഓരോ ദിവസവും പുതിയ പുതിയ മേഖലകളിലേക്ക് എഴുതുവാനുള്ള അവസരങ്ങൾ ലഭിച്ചപ്പോൾ എനിക്കത് വലിയൊരു കാര്യമായി ആ ദിവസങ്ങളിൽ തോന്നിയിരുന്നില്ല. എന്നാൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന അനേകം ആൾക്കാർ ഈ മാസികയിലൂടെ വലിയ ഒരു ആത്മീക സ്പർശനം ലഭിച്ചതായും അവർക്ക് പല രീതികളിലും പ്രചോദനം ലഭിച്ചതായും അവർ സംസാരിക്കുന്ന പറഞ്ഞു കേൾക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായി. ആ ദിവസങ്ങളിൽ എനിക്ക് വീണ്ടും അത് വലിയ പ്രോത്സാഹനങ്ങൾ ലഭിച്ചു. ആയത് നിമിത്തമായി എൻ്റെ എഴുത്തും വായനയും മേഖലകളിലൊക്കെ പുതിയ രീതിയിൽ ഞാൻ എത്തിച്ചേരുവാനും അത് എൻ്റെ ഈ പുസ്തക രചനയിൽ പ്രത്യേകിച്ച് മാസികയുടെ ജോലികൾ ചെയ്യുന്നതിൽ വളരെയധികം ഒരു പ്രാധാന്യം എനിക്ക് വലിയൊരു ഉത്സാഹം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് എൻ്റെ ജീവിതത്തിൽ വളരെ ഉത്സാഹത്തിന് ആയിത്തീർന്നു. ഞാൻ ലവ് ആർമി ക്രൂസേഡ് എന്ന സുവിശേഷ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മാസവും പുറത്തിറക്കുന്ന മാസികയുടെ ജോലികൾ ചെയ്യുവാൻ അത് ഏറ്റവും ഭംഗിയായി തീരുവാൻ എന്തെല്ലാം എന്നെക്കൊണ്ട് കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യുവാൻ വളരെയധികം ഉത്സാഹവാനായിത്തീർന്നു. എന്നെ അതിന് വളരെയധികം പ്രോത്സാഹിപ്പിച്ചത് അതിൻ്റെ ടീം പ്രസിഡൻ്റായിരുന്ന ബ്രദർ ഡോക്ടർ ജെ വിൽസൺ അവറുകളായിരുന്നു. അദ്ദേഹം എന്നെ എല്ലാ രീതിയിലും സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ വളരുവാൻ എന്നെ സഹായിച്ചു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഭാരമായി തോന്നി. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു സ്നേഹ ആദരവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒരു പുസ്തകമായി മാറ്റുവാൻ എനിക്ക് പ്രേരണ ലഭിച്ചത്. ഈ പുസ്തകത്തിൻ്റെ രചനയുടെ മധ്യേ ഞാൻ ഒരുപാട് ദിവസം ഇതിന് ഒരു നക്കൽ തയ്യാറാക്കി കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകണം, എവിടെ തുടങ്ങണം, എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം രീതിയിലുള്ള അധ്യായങ്ങൾ, അതിൻ്റെ ക്രമീകൃതമായ കാര്യങ്ങൾ എല്ലാം ചെയ്യുവാൻ വേണ്ടി വളരെയധികം ഞാൻ ശ്രദ്ധയോടുകൂടെ
ഈ വിഷയത്തിൽ ഞാൻ കിടക്കുകയായിരുന്നു. പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലവ് ആർമി ക്രൂസേഡ് പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖയും കൂടെയാണ് ഈ പുസ്തകം. അപ്പോൾ അതുകൊണ്ട് ടീമിൻ്റെ തുടക്കം മുതലുള്ള വളർച്ച എത്രത്തോളമാണ്, അത് എത്രത്തോളം രീതിയിൽ വളരുവാൻ ഏതെല്ലാം മുഖാന്തരങ്ങളുണ്ടായി, ആരെല്ലാം ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നു, ഏതെല്ലാം മേഖലകളിലൂടെയാണ് വളർന്നു വന്നത്, ഇതെല്ലാം ഓർമ്മയിൽ ശേഖരിച്ചുകൊണ്ട് ആ നിലയിൽ ആ പുസ്തകം എഴുതുവാൻ ഞാൻ പരിശ്രമിക്കേണ്ടായി. ഒത്തിരി എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി പ്രാവശ്യം തെറ്റുകൾ വരുന്നു, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യാദികൾ വരുന്നു. ഇതെല്ലാം ഞാൻ ആ ദിവസങ്ങളിലെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ഈ പുസ്തകം എഴുതുമ്പോൾ തന്നെ ആവർത്തിച്ച് ഇത് വായിച്ചു നോക്കുകയും വീണ്ടും കൂട്ടിച്ചേർക്കേണ്ടത് അല്ലെങ്കിൽ എടുത്തു മാറ്റേണ്ടത്, ഇതെല്ലാം വീണ്ടും ശ്രദ്ധയോടുകൂടെ ചെയ്യുവാൻ വളരെയധികം സമയം ഞാൻ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഓരോരോ ദിവസവും എഴുതി കഴിയുമ്പോൾ പകുതി ഭാഗം അല്ലെങ്കിൽ ചില അധ്യായങ്ങളുടെ പകുതി ഭാഗം എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തുള്ള സമയങ്ങളിൽ എൻ്റെ യാത്രകളിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എൻ്റെ ചിന്തയിൽ മുഴുവനും ഈ പുസ്തകത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത് എഴുതേണ്ടത് എന്നുള്ളത് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലൊരു ഒരു ഒരു ദൈവം ഇടപെടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് മനസ്സിലാക്കിയത്. എങ്ങനെ മുമ്പോട്ട് പോകണം, ഏതെല്ലാം നിലയിൽ പുസ്തകം ആളുകൾക്ക് പ്രയോജനപ്രദമായി തീരും എന്നുള്ള രീതിയിൽ ഓരോരോ പ്രാവശ്യവും അതിനെ വിശകലനം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്ക് ആ സമയത്ത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതാണ് ഈ പുസ്തകം ഇത്രത്തോളം ഭംഗിയായി തീരുവാനിടയായിത്തീർന്നത്. എനിക്ക് അത് അത്രത്തോളം ഭംഗിയായി തീർന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മറ്റുള്ളവർ ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം എനിക്ക് തോന്നുവാനിടയായിത്തീർന്നു. ലവ് ആർമി ക്രൂസേഡിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രദർ ഡോക്ടർ ജെ വിൽസനാണ് ടീമിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് എന്നെ സ്വാധീനിച്ചത്. അദ്ദേഹം മറ്റുള്ള സമൂഹത്തിൽ അദ്ദേഹം ചെയ്തത്, ഒരു പുതിയ ആൾ ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്നു വന്നാൽ അയാളെ സ്നേഹത്തോടെ ഉൾക്കൊള്ളുകയും അയാളുടെ വിഷയങ്ങൾ സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എന്തെങ്കിലും അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ടോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള സഹായവും ചെയ്തുകൊണ്ട് ആ വ്യക്തികളെ ദൈവിക ശുശ്രൂഷകളിൽ നിൽക്കുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഉള്ള ഒരു ലക്ഷ്യമാണ് ആ ദൈവദാസനുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശൈലി ഉൾക്കൊള്ളുവാനാണ് എനിക്ക് ദിവസങ്ങളിൽ പുസ്തകത്തിലൂടെ ഞാൻ ആഗ്രഹിച്ചത്. ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരാൾ ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ അത് എത്രത്തോളം അയാളെ പിടിച്ചിരുത്തണം, എത്രത്തോളം ആ പുസ്തകം അയാളുടെ ജീവിതത്തിൽ സ്വാധീനിക്കണം എന്നൊരു ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പകർന്നു നൽകിക്കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ പല അനുഭവങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അത് ആ ആളുകൾക്ക്, വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായി അത് ഉൾക്കൊള്ളത്തക്ക രീതിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു വലിയ താല്പര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള ദൈവിക ആലോചന ആ ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നു. മാത്രമല്ല, എന്നെ വളരെയധികം ചിന്തിപ്പിച്ച കാര്യം, ഓരോരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും എൻ്റെ മനസ്സിൽ ഓരോ ദിവസവും പ്രാർത്ഥനയായിരുന്നു, കർത്താവേ, ഈ പുസ്തകം അനേകർക്ക് പ്രയോജനപ്പെടുവാനായിത്തീരണമേ, അനേകർ ഇതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവപ്പെടായിത്തീരണേ, അവരും ഞങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കർത്തദാസനെ പോലെ ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ നിൽക്കണം, അവരും ആ നിലയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ഒരു വ്യക്തിയായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചിരുന്നു. ആ നിലയിൽ ഒരു വ്യക്തി പെട്ടെന്ന് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാനും ദൈവിക ശുശ്രൂഷകനായി മാറുവാനും ഉള്ള ഒരു പ്രചോദനം നൽകുവാൻ ഈ പുസ്തകത്തിലൂടെ ഞാൻ ഇഷ്ടപ്പെട്ടു. അതൊരു വിജയമായി തീർന്നു. ചില സഹോദരങ്ങൾ എന്നോട് വന്ന് പറഞ്ഞത്, ഈ പുസ്തകം വായിച്ചപ്പോൾ തന്നെ കണ്ണുനീര് അണിയുന്ന അനുഭവങ്ങളുണ്ടായി, 3 പ്രാവശ്യം തുടരെ ഈ പുസ്തകം അദ്ദേഹം വായിച്ചു എന്ന് ഞങ്ങളുടെ ടീമിലുള്ള തന്നെ ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസറ്റർ ഓഫീസറായിരിക്കുന്ന ഒരു സഹോദരൻ ഇത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ് തോന്നിയത്. ഞാൻ 1987
മുതലാണ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഇടയായിത്തീർന്നത്. 86 ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം രക്ഷാവും പിതാവുമായിട്ട് സ്വീകരിച്ചു. അപ്പോൾ ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് എന്നുള്ള അതിൻ്റെ പ്രവർത്തനം ഞാൻ പഠിച്ച കോളേജിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം. അത് ക്രമേണ വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ആ കോളേജ് അന്തരീക്ഷം 1 വർഷം കഴിയുമ്പോൾ പൂർത്തിയാകുമായിരുന്നു. എനിക്ക് ആത്മീയമായി വളരണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കതിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. എന്നാൽ ഇത്തിരി ദൂരോട്ടുള്ള ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില സഹോദരങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചു. അതാണ് ഞങ്ങൾ പറയുന്ന ഈ ലവ് ആർമി ക്രൂസൈഡ്. ഈ ശുശ്രൂഷ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. പ്രത്യേകിച്ച് ഞാൻ പ്രവർത്തന മേഖലകളിലായിരുന്നപ്പോൾ, അതായത് എൻ്റെ പഠനം പൂർത്തീകരിച്ച സമയത്ത് അവരുമായിട്ട് ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് സുവിശേഷീകരണം എന്ന പ്രവർത്തനത്തിൽ വീട് വീടാന്തരം പോയി യേശുവിനെക്കുറിച്ച് പറയുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മറ്റു സഹോദരങ്ങളോടൊപ്പം ചേർന്ന് വളർന്നു വരുന്ന ഒരു ആത്മീക അവസ്ഥ വളർന്നു വരുവാൻ ഇടയായിത്തീർന്നു. അത് നിമിത്തമായിട്ട് പലരും എനിക്ക് ഓരോരോ അവസരങ്ങൾ തന്നപ്പോൾ ആ ജോലികൾ വളരെയധികം ഭംഗിയായി ചെയ്യുന്ന ഒരവസ്ഥ എന്നിൽ പ്രകടമായി കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ആ പ്രവർത്തന മേഖലകളിൽ നിന്നുകൊണ്ട് വളരുവാനുള്ള വലിയ സാഹചര്യങ്ങൾ എനിക്ക് ലഭിച്ചു. അത് പിന്നത്തേതിൽ പ്രസംഗത്തെക്കാൾ ഉപരി എഴുത്തിലും വായനയിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ ബൈബിളിനെ സംബന്ധിച്ചുള്ള ഒത്തിരി പുസ്തകങ്ങളും അതുപോലെ തന്നെ ലോകപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുവാനൊക്കെ ഉള്ളൊരു അവസരം ലഭിച്ചു. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്രദമായി തീർന്നു. ആ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ നിലയിൽ നമ്മുടെ ശുശ്രൂഷകളെ മുമ്പിലേക്ക് നയിച്ചാൽ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനും പുസ്തകങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ അത് അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ള വലിയ ഒരു താല്പര്യമാണ് എന്നെ ഈ വിധത്തിലേക്ക് തിരിയുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ഈ പുസ്തകങ്ങൾ എഴുതുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം മാസികയാണ് മെയിനായിട്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 32 വർഷം കൊണ്ട് മാസികയുടെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ഓരോരോ ലേഖനങ്ങളും മറ്റു സാക്ഷ്യങ്ങളും മറ്റ് പ്രസംഗങ്ങളൊക്കെ ഈ മാസികയിൽ എഴുതി ചേർക്കുമ്പോൾ ഓരോ സമയത്തും ദൈവം അടുത്ത് വന്നിരുന്ന് പറഞ്ഞു തരുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് എനിക്കെപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓരോ വരികൾക്കിടയിലൂടെ എൻ്റെ കണ്ണുകൾ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ചില വാക്കുകൾ മാറ്റണം, അതിന് പകരം വേറൊരു വാക്ക് അവിടെ വെക്കണം. അത് ടച്ചിങ് ആയിട്ടുള്ളൊരു ഒരു വാക്ക് ദൈവം തരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കഠിനമായ വാക്കുകൾ, കടിച്ചാൽ പൊട്ടാത്ത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില വാക്കുകൾ കടന്നു വരുമ്പോൾ ചില വ്യക്തികൾ വായനയുടെ രസം അത് ഉൾക്കൊള്ളുന്നു എങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്ക് അത് അത്രത്തോളം മനസ്സിലാകാത്ത ഒരു അനുഭവമാണ്. ആയതുകൊണ്ട് എൻ്റെ എഴുത്തുകൾ പലപ്പോഴും ലളിതമായ ഭാഷ്യത്തിലായിരുന്നു. ഓരോരോ വാചകങ്ങളും കഠിനമായ അല്ലെങ്കിൽ ഇത്തിരി കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ദൈവം തന്നെ ഇടപെടുന്നു. ആ വാക്കെടുത്ത് മാറ്റി വേറൊരു ലളിതമായ വാക്ക്, ഒരു പദം അവിടെ പ്രയോജനപ്പെടുത്തുവാൻ ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഇടപെടുന്ന എനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് വന്നിരുന്ന് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ എഴുത്തിൻ്റെ മധ്യത്തിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ പുസ്തകം തയ്യാറാക്കുന്ന സമയത്തും ടച്ചിങ് ആയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ പറയുവാനും എഴുതുവാനും അതെല്ലാം ദൈവം എന്നോട് ഇടപെടുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അധ്യായം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ തൊട്ട് അസ്വാഭാവികത തോന്നിയാൽ ഞാൻ ഉടനെ മടക്കി വയ്ക്കുകയും ഒന്നുകിൽ ഞാൻ യാത്രയിലേക്ക് പോവുകയും ചെയ്യും. ആ യാത്രയുടെ മധ്യത്തിൽ ദൈവം എന്നോട് ഇന്നിന്ന കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയാൽ കൊള്ളാം എന്ന് ദൈവം നേരിട്ട് ഇടപെടുന്ന ഒരനുഭവം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം എന്നെ സ്വാധീനിച്ച ചില ഘടകങ്ങളിലൊന്നാണ്. അത് വ്യക്തമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം തന്നെ ഓരോ വാക്കുകളെ എന്നോട് പറഞ്ഞു നൽകുന്നതും അത് എഴുതുവാൻ പ്രേരിപ്പിക്കുന്നതും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിരത്തി 1991 കാലഘട്ടങ്ങളിലാണ് ഈ മാസിക ടീമിന് വേണ്ടി പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ആലോചന ലഭ്യമായത്. ആ സമയങ്ങളിൽ ടീമിലെ സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന് എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് എല്ലാം ഉൾപ്പെടെ ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചാൽ, അവർ പറഞ്ഞെങ്ങനെയാണ്, സ്കോട്ട് ബ്രദറിനെ ഈ വിഷയം ഏൽപ്പിച്ചാൽ ഭംഗിയായി ചെയ്യും എന്ന് അവരുടെ ഓരോരുത്തരുടെയും ആലോചന ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഒരു കമ്മിറ്റി അതിനുവേണ്ടി രൂപീകരിച്ചു. 7 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഈ മാസികയുടെ പത്രാധിപ സമിതിയായി ഞങ്ങളത് രൂപീകരിച്ചു. ആ സമയങ്ങളിൽ തന്നെ ഓരോരുത്തരും തരുന്ന ഓരോരോ ലേഖനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കാര്യാദികൾ, പ്രസംഗങ്ങൾ, ഫീൽഡുകളിലെ വാർത്തകൾ, ഇതെല്ലാം എങ്ങനെ ഒരു പ്രത്യേക ശൈലിയിൽ ആളുകൾക്ക് ഹൃദ്യമായ രീതിയിൽ വായിക്കുമ്പോൾ അവർ ദൈവിക ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം അവർക്ക് ഉത്സാഹം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഈ മാസികയിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അനേകർക്കിത് ഉത്സാഹമുള്ള ഒരു അനുഭവമായി തീർന്നു. ഏകദേശം ഇപ്പോൾ 32 വർഷം തുടർച്ചയായി ഈ മാസിക പുറത്തിറക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഈ പുസ്തകങ്ങളിലെ ഓരോരോ പ്രസിദ്ധീകരണങ്ങൾ, ഓരോരോ അതിൻ്റെ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ ആളുകൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ആയി തീർന്നതെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോരോ മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഓരോരോ സ്ഥലത്തുള്ള അവസ്ഥകൾ വ്യക്തമായി ഞങ്ങൾ എഴുതുമ്പോൾ, അതെല്ലാം ശേഖരിക്കാൻ ആൾക്കാരുണ്ടാവും, എന്നാൽ അത് ശേഖരിച്ച് അതെഴുതുമ്പോൾ അതിൽ ഏതെല്ലാം താല്പര്യം ആളുകൾക്ക് ഉണ്ടാക്കണം എന്നുള്ള അവസ്ഥയിൽ ആ പുസ്തകം എഴുതുവാൻ ദൈവം സഹായിച്ചു. അതൊരു പ്രത്യേക രീതിയിലുള്ള അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ടീമിൻ്റെ ഈ മാസിക പുറത്തിറക്കുന്നത് തൊട്ടുള്ള സമയം നോക്കിയാൽ ഏകദേശം 5500 കോപ്പി എന്നുള്ളൊരു പ്രത്യേക സംഖ്യയിൽ നിൽക്കുകയാണ്. പുതിയ ആൾക്കാർ അധികം വരുന്നതായി കാണുന്നില്ല. അഥവാ പുതിയ ആൾക്കാർ വന്നാൽ പഴയ ആൾക്കാർ കുറേയധികം കുറഞ്ഞു പോകുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുകളുടെ വായനാശീലത്തിലുള്ള ഒരു പ്രശ്നമാണിത്. മുമ്പൊക്കെ ഒരു മാസിക അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് മൊത്തമായി അവർ വായിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് അതിനൊന്നും സമയമില്ല. ആയതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നു, പടം ഉള്ള പേജുകൾ മാത്രം മറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ടുകൾ എങ്ങനെയുണ്ട് അതെല്ലാം മാത്രം വായിച്ചിട്ട് അത് ആ തലക്കെട്ടുകൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുവെങ്കിൽ മാത്രം ആ ഭാഗം വായിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നു. മുമ്പിലത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ ദിവസങ്ങളിൽ പുസ്തക വായന ആളുകൾക്ക് തീരെ കുറവ് തന്നെയാണ്. വളരെ കുറച്ച് സഹോദരങ്ങൾ മാത്രം ഇതിനെക്കുറിച്ച് വായിച്ചിട്ട് നല്ല അഭിപ്രായമായിരിക്കും. ഇത് നന്നായിരിക്കുന്നു, ഈ ഫീച്ചർ നന്നായി, ഈ ലേഖനം നന്നായി എന്നെല്ലാം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ വാക്കുകൾ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ആളുകൾ എത്രത്തോളം അത് വായിക്കുന്നു എന്ന്. ഈയിടയ്ക്ക് ഒരു അമ്മ, ഒരു മുതിർന്ന മാതാവ് വന്ന് എന്നോട് പറഞ്ഞു, എല്ലാ മാസവും മാസിക കയ്യിൽ കിട്ടുമ്പോൾ ആദ്യത്തെ പേജിൽ കാണുന്ന സാറ് എഴുതിയ ആ ഭാഗം മാത്രം ഞാൻ വായിക്കും. കാരണം അത് വേറെ ഒറ്റ പേജ് മാത്രമേ ഉള്ളൂ, എഡിറ്റോറിയൽ ഒറ്റ പേജ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു ദൈവവചനവും അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു ദൈവിക ആലോചന അവർക്ക് കൊടുക്കും. ഇത് വായിക്കുവാനും ഭയങ്കരമായ ഉത്സാഹം കാണിക്കാറുണ്ട്. ഈയിടയ്ക്ക് തമിഴ് നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിക്കുന്ന ഒരു ഫാമിലിയെ പരിചയപ്പെടാനായിട്ടുണ്ട്. അവർ പറഞ്ഞത് ഈ വളരെ സിമ്പിളായി അവർക്ക് ഈ മലയാളം വായിക്കാൻ പറ്റുന്നു. തമിഴ് ശീലിച്ച് വന്നിട്ട് മലയാളവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. അവർ പറഞ്ഞതാണ്, വളരെ സിമ്പിളായി എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, ആയതുകൊണ്ട് ഈ മാസിക മുടങ്ങാതെ വായിക്കുന്നു. എന്നാൽ മറ്റ് പലരും ഈ മാസിക ഇപ്പോൾ വായിക്കുന്ന അവസരം സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരവസരങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് മുമ്പിലത്തെക്കാളും മറ്റു മീഡിയകളുടെ വളർച്ച വായനാശീലത്തെ പലപ്പോഴും കുറച്ചിട്ടുണ്ട്. ഏതെങ്കിലും സമയത്ത് മാത്രം വായിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഈ നാളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും വായനയെക്കുറിച്ചുള്ള
പലരുടെയും ധാരണകൾ വിഭിന്നമാണ്. വായനയിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദഹിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കുകൾ, ചിന്താഗതികൾ, വളച്ചു കെട്ടിയുള്ള സംഭാഷണങ്ങൾ, ഇതെല്ലാം പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. സമയക്കുറവാണ് ഇപ്പോൾ ഏറ്റവും വളരെയധികം ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ആയതുകൊണ്ട് കുറഞ്ഞ സമയത്തുള്ള എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അത് അവരുടെ കയ്യിൽ കിട്ടണം എന്നാണ് അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് വളരെ സിമ്പിളായി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു മാസികയുടെ പത്രാധിപനാണ്. അദ്ദേഹം വളരെ കാര്യഗൗരവമായ ചില വിഷയങ്ങൾ തയ്യാറാക്കുകയും സാഹിത്യ അവലോകനത്തെക്കുറിച്ചും ചില പുസ്തകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് വിശാലമായ രീതിയിൽ ആ മാസിക പുറത്തിറക്കി. അദ്ദേഹം ഡൽഹിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാസിക പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട്. ആ പുസ്തകം ഒന്ന് വായിക്കാൻ വേണ്ടി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ സാഹിത്യ മേഖലയിൽ വളരെയധികം താല്പര്യപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഉള്ളടക്കം അതിൽ നിന്ന് ലഭ്യമാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആണ് ആ പുസ്തകം, ആ മാസിക അദ്ദേഹം പുറത്തിറക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ആ പുസ്തകം എനിക്ക് വായിച്ചപ്പോൾ പെട്ടെന്ന് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സാധാരണക്കാരന് ഉൾക്കൊള്ളുവാൻ കഴിയണമെങ്കിൽ സിമ്പിൾ ആയിട്ട് വളരെ ലഘുവായി കാര്യങ്ങൾ ഗ്രഹിപ്പിക്കത്തക്ക രീതിയിൽ അവരുടെ ഉള്ളങ്ങളെ പിടിച്ചു നിർത്തുന്ന ചില സംഭാഷണ ശൈലികളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ പുസ്തക രചന ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആയിത്തീരുകയുള്ളൂ. കുറച്ച് സമയങ്ങൾ കൊണ്ട് വേഗത്തിൽ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയണം. വായനയിലൂടെ ഒരു പ്രത്യേക തലത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ തൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ ലഭിച്ചതായ ഒരവസ്ഥ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ഉണ്ടാകണം എന്നാണ് പുസ്തകരചനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായം. ആത്മീക പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ ലളിതമായി കർത്താവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയുണ്ട്. ആ വഴി എളുപ്പത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് ആവശ്യം. വിദൂരമായ ഒരു വഴി ചൂണ്ടിക്കാണിച്ചാൽ ആ വ്യക്തിക്ക് അത് പൂർണ്ണമായി മനസ്സിലാക്കണമെന്നില്ല. ആയതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും പുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ അത് വളരെ ലളിതവും അത് സാമാന്യമായ ആളുകൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ശൈലിയിലും എഴുത്തിലും വളരെ എളുപ്പം കൈകാര്യം ചെയ്യുവാനും ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുവാനും കഴിയുന്ന രീതിയിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വന്നാൽ വ്യക്തികൾക്ക് ഈ പുസ്തകം ഓരോരോ ദിവസവും ഒരു അനുഭവമായി തീരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു കുളിർമ ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. അത് ദൈവിക സ്പർശനമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോരോ പുസ്തകങ്ങൾ തയ്യാറാക്കുവാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടൽ അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ആയതുകൊണ്ട് പ്രാർത്ഥനയും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചാൽ മാത്രമേ ആ പുസ്തകങ്ങൾ അവരെ സ്പർശിക്കുവാൻ കഴിയൂ. നമ്മുടെ കഴിവുകൾ ഒന്നുമേ അല്ല. എന്നാൽ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ടെഴുതുമ്പോൾ ദൈവം തരുന്ന ആലോചനകൾ, ദൈവത്തിൻ്റെതായ ഇടപെടലുകൾ കൃത്യമായും മറ്റൊരാളിനെ സ്പർശിക്കും. അത് അകത്തെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്രിയയാണ്. അത് ദൈവം നമുക്ക് വേണ്ടി ഈ പുസ്തകങ്ങളിലൂടെ ചെയ്യുവാൻ കഴിയും. അതാണ് സാഹിത്യകാരന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക അനുഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാസിക എല്ലാ വർഷവും ഞാൻ എല്ലാ മാസവും പുറത്തിറക്കുന്നു. 32 വർഷം കൊണ്ട് ഞാനിത് ചെയ്യുന്നു. എങ്കിലും ഈ പുസ്തകം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ തന്നെ അനേകർക്കിത് വളരെ ഇൻട്രസ്റ്റ് ആയി തന്നു. അത് ഞങ്ങളുടെ ശിശുക്കളുമായി ബന്ധപ്പെട്ട ചില സഹോദരങ്ങൾ വന്നിട്ട് ആദ്യം ഞങ്ങൾ ഈ പുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടോ എന്ന് ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. ഞങ്ങളതിന് പൂർണ്ണമായ സമ്മതം കൊടുത്തു. 2 പേർ ചേർന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും
ആ പുസ്തകം ഏകദേശം പ്രസിദ്ധീകരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ തമിഴ് ഭാഷയിലേക്ക് ഇത് വിവർത്തനം ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദരങ്ങൾ മുമ്പിലേക്ക് കടന്നു വന്ന് 3 പേർ ചേർന്ന് ആ തമിഴ് പുസ്തകം ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളുടെ ടീമിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ മുന്നാളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബ്രദർ ഡോക്ടർ ജെ വിൽസൻ്റെ ചില പ്രസംഗങ്ങൾ ഒരു പുസ്തകമായി തയ്യാറാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ മകനാണ് ബ്രദർ എബിൻ എസ് വിൽസൺ. അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ ചേർത്ത് ഒരു പുസ്തകം തയ്യാറാക്കണമെന്നുണ്ട്. എൻ്റെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട് വേറൊരു പുസ്തകം തയ്യാറാക്കണമെന്ന് ഉണ്ട്. ഞങ്ങളുടെ ടീമിൻ്റെ മുഖ്യ രക്ഷാധികാരി ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജെ വില്യം ജോൺ എന്ന ദേവദാസൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുന്ന നല്ല ഉപദേശങ്ങൾ ഉൾപ്പെട്ട ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ഞങ്ങൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ പേരുടെ കയ്യിലേക്ക് എത്തിക്കുവാനും അതിലൂടെ ശുശ്രൂഷകൾക്ക് വളരെയധികം ഒരു മുതൽക്കൂട്ടായി തീരുവാനും ആണ് ഞാൻ ലക്ഷ്യമിടുന്നത്. ജീവിതാന്ത്യം വരെ, മരണം വരെ ഈ എഴുത്തിലും വായനയിലും ഇങ്ങനെ തുടർന്നു പോകാനും അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്.